കാരശ്ശേരി മാഷ, ഒരു മിനിറ്റാണ്, ഓരോ മിനിറ്റ് വീതം രണ്ടുപേർക്കും. ക്ഷമിക്കുക കാരശ്ശേരി മാഷ, ഈ പറയുന്ന ആരോപണം വരും ദിവസങ്ങളിൽ മോദി തുടരുമോ ഇല്ലയോ? എന്താണ് താങ്കളുടെ ഒരു കണക്കുകൂട്ടൽ? വേണു, നിർഭാഗ്യവശാൽ അദ്ദേഹം തുടരുന്നാണ് എനിക്ക് തോന്നുന്നത്. വലിയ കഷ്ടമാണിത്. കാരണം ഞാൻ ആവർത്തിക്കുകയാണ്, മറ്റു പ്രചാരണങ്ങളല്ല, അത് നിർലോഭം തുടരും. ഈ അദാനി അംബാനി കാര്യം തുടരുമോ എന്നാണ്. അതും തുടരും. എന്താ കാരണം എന്ന് വിചാരിച്ചാല് എന്തെങ്കിലും തരത്തിലുള്ള ആത്മവിമർശനമോ ആത്മപരിശോധനയോ ഉണ്ടെങ്കിൽ ആ പേര് പറഞ്ഞ് രാഹുൽ ഗാന്ധിയെ വിമർശിക്കാൻ ഒരു അർഹതയുള്ള ആളല്ല നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി. കാരണം അദ്ദേഹത്തിന് അവരുമായിട്ട് വ്യക്തിബന്ധമുണ്ടോ എന്ന് എനിക്ക് പറയാൻ അറിഞ്ഞൂടാ. BJP എന്ന പാർട്ടി കേന്ദ്രത്തിലാണെങ്കിലും അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണെങ്കിലും ഈ അംബാനിക്കും അദാനിക്കും അതുപോലുള്ള കോർപ്പറേറ്റുകൾക്കും പലതരം സൗകര്യങ്ങളുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം എയർപോർട്ട് അദാനിക്ക് കൊടുക്കുന്നത് ആരാണ്? അപ്പോൾ അദാനി ഒരു വെറുക്കപ്പെട്ട അല്ലെങ്കിൽ അനപലഷണീയമായി മാറ്റി നിർത്തപ്പെടേണ്ട ഒരു കോർപ്പറേറ്റിൻ്റെ മുതലാളിയാണെങ്കിൽ, അല്ലെങ്കിൽ അദാനി അങ്ങനെയാണെങ്കിൽ അവരത് കാണിക്കുന്നില്ലല്ലോ. കാരണം രാഹുൽ ഗാന്ധിക്ക് ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ബന്ധമില്ലേ? ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ പാർട്ടി. അപ്പോൾ BJP അകലം പാലിക്കാത്ത ഒരു പാർട്ടി, ഒരു കോർപ്പറേറ്റിനോട് കോൺഗ്രസ് അകലം പാലിക്കണം എന്ന് പറയാൻ എന്താണ് ധാർമ്മികമായ അർഹത? പിന്നെ അവർ കൈക്കൂലി കൊടുക്കുന്നതും കുറ്റകൃത്യമാണ്, കൈക്കൂലി വാങ്ങുന്നതും കുറ്റകൃത്യമാണ്. അപ്പോൾ കൊടുത്തു എന്നും വാങ്ങി എന്നും ഒരു പ്രധാനമന്ത്രി പറയുകയാണെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാക്കേണ്ട ആളാണ് അദ്ദേഹം, അല്ലെങ്കിൽ ഈ രാജ്യത്തിന് നാണക്കേടാണ്. അപ്പം നമ്മളെപ്പറ്റി, ഇന്ത്യ എന്നുള്ള രാജ്യത്തെപ്പറ്റി 144 കോടി ജനങ്ങൾ അധിവസിക്കുന്ന ഒരു മഹാരാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ പറ്റി ഇന്ത്യക്കകത്തും പുറത്തും ഏത് തരത്തിലുള്ള ഒരു ഇമേജാണ്, ഒരു പ്രതിബിംബമാണ് ഉണ്ടാവുന്നതെന്ന് ആലോചിക്കണം. നമ്മുടെ അന്തസ്സിൻ്റെ, നമ്മുടെ സംസ്കാരത്തിൻ്റെ വിലയുടെ ഒരു കാര്യമായിട്ടാണ് നിർഭാഗ്യവശാൽ ഇത് വന്ന് ഭവിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.